ഈ മുനമ്പം ഭൂസമിതിയുടെ സമരം 74-ാം ദിവസം കടക്കുകയാണ്. തീർച്ചയായും ഈ ദിവസം പ്രത്യേകിച്ച് ക്രിസ്മസ് പോലും ആഘോഷങ്ങളൊന്നും ഇല്ലാതെ അവിടുത്തെ ആളുകൾ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. അവർ സമരം തുടരുകയാണ്. അതിനിടെ മുനമ്പം സമരപന്തലിൽ UDF നേതാക്കൾ സന്ദർശനം നടത്തുകയാണ്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും കോൺഗ്രസ് പ്രവർത്തകരും അവിടെ എത്തിയിട്ടുണ്ട്. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം പ്രസാദ്, പ്രതിപക്ഷ നേതാവും MLA-മാർ MP അടക്കമുള്ള ആളുകൾ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്മസ് ദിവസമാണ്. അവർ സമരവുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. അവിടെ പ്രതിഷേധിക്കുകയാണ്. ഐക്യദാർഢ്യം അറിയിക്കുകയാണോ കോൺഗ്രസ്? എന്താണ് ഇനി കോൺഗ്രസ് കൂടി സമരത്തിലേക്ക് എത്തുമ്പോൾ തുടർ നീക്കങ്ങൾ? പ്രതീക്ഷ, മുനമ്പത്തെ സമരം 74 ദിവസം പിന്നിടുന്നു. ഇന്ന് ഒരു സമരം ആയിട്ടല്ല ഇവിടെ ആചരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് തിരുപ്പിറവി ദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരപ്പന്തൽ ഒരു ക്രിസ്മസ് ആഘോഷവേദിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ആഘോഷവേദിയിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതോടൊപ്പം തന്നെ MP-മാരായിട്ടുള്ള ഹൈബി ഈഡൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. MLA-മാരുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ജനപ്രതിനിധികളുണ്ട്. കൂടാതെ കോൺഗ്രസ് നേതാക്കളടക്കം ഈ സമരപ്പന്തലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ഇന്ന് പ്രത്യേകിച്ച് മറ്റ് പ്രസംഗങ്ങളോ മുദ്രാവാക്യങ്ങളോ ഒന്നുമില്ലാതെ ഇവിടുത്തെ ആളുകളുടെ പാട്ട്, ഡാൻസ് അങ്ങനെയുള്ള വ്യത്യസ്ത പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ സാന്റയുടെ തൊപ്പിയൊക്കെ അണിഞ്ഞ് ഈ മുനമ്പത്തുകാർ ഇവിടെ ഈ ഒരു പ്രതിഷേധ സമരത്തെ ഇവിടെ ഒരു ക്രിസ്മസ് ആഘോഷ ഭൂമിയാക്കി ഈ ഒരു ആഘോഷ വേദിയാക്കി ഈ സമരപ്പന്തലിൽ മാറ്റിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം 74 ദിവസം ഇവർ ഈ സമര മുഖത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് പിന്നിടുകയാണ്. ഈ ഘട്ടത്തിലാണ് ക്രിസ്മസ് തിരുപ്പിറവി എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിവർ ഒരു സമരത്തിനപ്പുറത്തേക്ക് ഈ സമരവേദിയെ ഒരു ആഘോഷ പന്തലാക്കി മാറ്റിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധത്തെ വേറിട്ടതാക്കുന്നത്. ഈ പ്രതിഷേധ പന്തലിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതോടൊപ്പം തന്നെ വിവിധ ജനപ്രതിനിധികൾ അടക്കമുള്ള എല്ലാവരുമുണ്ട്. അവരാരും തന്നെ ഈ സമരപ്പന്തലിൽ സംസാരിക്കുകയില്ല. നിലവിൽ ഈ ഇവിടെ നടക്കുന്ന കുട്ടികളുടെയും അതോടൊപ്പം തന്നെ ഈ സമരപ്പന്തലിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തുന്ന ആളുകളുടെയും ഒക്കെ പാട്ടും കവിതകളും ഒക്കെ ആയിട്ട് ഈ സമരം ഇങ്ങനെ കൊണ്ടാടുകയാണ്.